നമസ്കാരം. ഭർത്താവും കാമുകനും ഒരേ സമയം വേണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അത് കാമുകനാകാം, കാമുകയായാലും. അതായത് ജീവിത പങ്കാളിയും അല്ലെങ്കിൽ ഒരു കൂടെയുള്ള ഒരാളും കൂടെ വേണം എന്ന് ചിന്തിക്കുന്ന എന്താ പുതിയ തലമുറ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ചിന്തിക്കുന്ന പുതിയ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ്ത്രീ വിളിച്ചിട്ട് അവർ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞു അവർ ഭയങ്കര മാനസികമായ സമ്മർദ്ദത്തിലാണ്, ഡിപ്രഷനിലാണെന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ആളോ അങ്ങനെ ഒരു ഡോക്ടറോ മറ്റു കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ റെഫറൻസ് തരാം. അപ്പോൾ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ വിഷമം ആരോടും തുറന്നൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞത് 10-13 വർഷമായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച വ്യക്തികളാണ് അവർ, ഭാര്യയും ഭർത്താവും. പക്ഷേങ്കിൽ ഈ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് ഈ അടുത്തിടയ്ക്ക് പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട്, ആ പരിചയപ്പെട്ട വ്യക്തി ഡിവോഴ്സ്ഡാണ്, അയാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുകയും ആ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി അതങ്ങ് ഭയങ്കരമായ ഒരു അടുത്ത ബന്ധമാകുകയും ആ ബന്ധം വളർന്ന് ഒരു മോശമായ രീതിയിലേക്ക് അങ്ങ് പോയി. അപ്പം ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭർത്താവിനെ കളയാനും പറ്റുന്നില്ല, ഈ മനുഷ്യനെ കളയാനും പറ്റുന്നില്ല. അപ്പോൾ അവരാപ്പാടെ ഒരു ധർമ്മസങ്കടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായ ഒരു കുറ്റബോധം കൊണ്ട് തോന്നുന്നതായിരിക്കും, നിങ്ങൾ അയാളോട് ഇതെല്ലാം നിർത്താൻ പറയണം. അപ്പോൾ പറഞ്ഞില്ല, അയാളൊരു പാവം മനുഷ്യനാണ്, അയാളോട് ഈ കാമുകൻ എന്ന് പറഞ്ഞ മനുഷ്യൻ പാവം മനുഷ്യൻ, അയാളോട് നിർത്താൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഈ ഭർത്താവില്ലാത്ത സമയത്ത് ഈ മനുഷ്യൻ ഈ സ്ത്രീയെ മാക്സിമം എല്ലാ രീതിയിലും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്, ഇയാൾക്കും ജോലിയുണ്ട്. അപ്പം ഭർത്താവ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഇയാൾ മാക്സിമം ഈ സ്ത്രീയെ യൂസ് ചെയ്യുന്നുണ്ട്. അത് അവർക്കും അറിയാം. ഞാൻ ചോദിച്ചു, ഭർത്താവ് എങ്ങനെയുള്ള മനുഷ്യനാണ്? നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. പലപ്പോഴും സ്നേഹിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സ്നേഹിച്ച് കെട്ടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ആവും. അപ്പോൾ ഈ സ്നേഹിച്ച സമയത്ത് ഒരു സ്വഭാവം, കല്യാണം കഴിയുമ്പോൾ വേറെ സ്വഭാവമൊക്കെ ആവും. അന്നേരമായിരിക്കും കുറച്ചും കൂടെയൊക്കെ ഡീപ്പായിട്ട് ഓരോരുത്തർ ചിന്തിക്കുകയും തെറ്റായി പോയി എടുത്ത് തീരുമാനം എന്നൊക്കെ ഓർക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഈ ഭർത്താവിന്? നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയുണ്ട്? അച്ഛാൻ നല്ല മനുഷ്യനാണ്, സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. പുറത്ത് കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ട്. സാധനങ്ങൾ മേടിച്ച് തരുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളോട് സ്നേഹമുണ്ടോ? ഉണ്ട്. പൈസ തരുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ വീട്ടുകാരെ നോക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം മദ്യപിക്കാറുണ്ടോ? ഇല്ല. സിഗരറ്റ് വലിക്കാറുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു ദുശീലം പറയാറുണ്ടോ? ഇല്ല. നിങ്ങളെ തല്ലാറുണ്ടോ? ഇന്നതിനെ തൊട്ട് ഒന്ന് അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തിനാ ആ മനുഷ്യനെ ഇതിൻ്റെ ഇടയ്ക്ക്, ഇത്രയും നല്ലൊരു മനുഷ്യനുള്ള സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാ വേറൊരു കാമുവിനെ തേടി പോയെ, അല്ലെ വന്നു പോയെ? അത് ഞങ്ങളങ്ങ് ആയിപ്പോയി. ഓക്കെ, ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങളെന്നാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സംഭവം പറ. അയ്യോ അച്ഛൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യും. ഞാനിത് പറഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടൊന്ന് പറയുകയാണ്, അയാൾ പരിചയപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയും ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് മോശമായ രീതിയിൽ പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഭർത്താവിനെയും അവളെയും കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം രണ്ട് വശം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഈ പ്രശ്നം ഭർത്താവ് പറഞ്ഞാൽ ഭർത്താവ് ആത്മഹത്യ ചെയ്യുമെന്നും, ഭർത്താവിനാണ് ഈ ഒരു തെറ്റ് പറ്റുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ ചെയ്തതിനകത്ത് ഇപ്പോഴും നിങ്ങൾക്കൊരു കുറ്റബോധമോ തെറ്റോ തോന്നില്ലയോ? ഞാൻ പറഞ്ഞു, ഇത് പ്രശ്നം നിർത്ത്. ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ അയാൾ നിങ്ങളെ ചുമ്മാ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് നിങ്ങളെ മാക്സിമം അയാൾ യൂട്ടിലൈസ് ചെയ്യണം, അല്ല നിങ്ങളെ അയാൾക്ക് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. ഇല്ല, ആ മനുഷ്യൻ ഭയങ്കര നല്ല മനുഷ്യനാണ്, ഭയങ്കര കെയറിങ്. അപ്പം ഞാൻ നിങ്ങളുടെ ഭർത്താവും കെയറിങ് അല്ലേ? അത് ഭർത്താവും കെയറിങ്. എനിക്കത് ആകെപ്പാടെ കൺഫ്യൂഷനാണ് സാറേ. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യും, നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ വേണമെങ്കിൽ കൗൺസിലിങ്ങിനെ കാണും. ശരിക്കും പറഞ്ഞാൽ 10 ലൂരി അടിക്കുക വേണ്ടേ ഇത് നിങ്ങളെയൊക്കെ. കാര്യം ഓക്കെ, ഭർത്താവ് ഒരു പ്രശ്നക്കാരാണ്. ചില ഒരു കുഴപ്പമെവിടെയാണെന്നറിയോ? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഒരു വളരെ ഫേമസ് ആയ ഒരു ടീച്ചറിൻ്റെ ഒരു പോർഷൻ, അവിഹിതം ഒരു സമയം വരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഒരു മണിക്കൂറോ 3/4 മണിക്കൂറോ അല്ല അരമണിക്കൂറോ ഉള്ള ഒരു വീഡിയോയിൽ ആ ഒരു പോർഷൻ മാത്രം എടുത്ത് റീൽസ് ഇട്ട് ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. ശരിക്കും അവർ പറഞ്ഞത്, നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു പ്രശ്നക്കാരനാണോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്വാഭാവികമായിട്ട് വേറെ ആളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകും. പക്ഷേ ഇത്രയും നല്ല കെയറിങ് ഉള്ള ഒരാളും നിങ്ങളെ വളരെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിട്ട് പോലും നിങ്ങൾ വേറെ ആളെ തേടി പോകുന്നു എങ്കിൽ, ഓക്കെ, ഇനിയും പോട്ടെ, ഒരു മനുഷ്യന് മിസ്റ്റേക്ക് പറ്റി, ഒരു തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റ് തിരുത്താൻ പോലും നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്ന വാക്ക് വേറെയാണ്. ഞാനിതിപ്പം ഇതിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെന്ന് നന്നാവുന്നു, അല്ലെ അവർ എങ്ങനെ മാറുമെന്നോ ദൈവം തമ്പുരാൻ അറിയാം. താങ്ക് യു.